എന്റെ കുട്ടിയെ നീ തൊട്ടശുദ്ധമാക്കരുത്. അത് ബ്രാഹ്മണ കുട്ടിയാണ്, നിന്റെ പോലല്ല. നിന്നെ പടിയെടുത്ത് പിണ്ടം വെച്ച കാര്യം നിനക്കറിയാമോ? നീ മുഖാന്തരമാണ് ആ ബാപ്പമ്മ മരിച്ചത്. എന്തു പറ്റി? ഞാനിന്ന് പ്രയാഗെ കണ്ടു. അതിന് നീ സങ്കടപ്പെടുന്നതിന്? അവൾ പ്രസവിച്ചു. എന്റെ ബപ്പമ്മ മരിച്ചു. ഞാൻ നിമിത്തമാണ് ബപ്പമ്മ മരിച്ചത്. അല്ല രുക്മ, നമ്മൾ നിമിത്തം. ആരാണ് പ്രയാഗെ കല്യാണം കഴിച്ചത്? പട്ടുമാമു. എനിക്ക് പകരം എന്റെ അനുജത്തെ കുരുതി കൊടുത്തു. ഈ ദുഃഖം ഞാൻ എങ്ങനെ സഹിക്കും? സഹിക്കല്ല, എന്ത് ചെയ്യും? നീ സങ്കടപ്പെടരുത്. രുക്മേ, ജോസാറ് പെട്ടെന്ന് അസുഖമുണ്ടോ? സ്കൂളിൽ വെച്ചായിരുന്നു, ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് പോവാം ചേച്ചി, വേഗം പോവാം ചേച്ചി. രഘു സാറിന്റെ ഭാര്യയല്ലേ? അതെ. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരാണ്. സാറിന് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു? അറ്റാക്ക് അല്ലേ, സൂക്ഷിക്കണം. അകത്താരും നിൽക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാവില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കാരുണ്ട്? അങ്ങനെയൊന്നും വിചാരിച്ച് വിഷമിക്കരുത്. ചേട്ടൻ ഒന്നും സംഭവിക്കില്ല. സംസാരിക്കാതെ കിടക്കൂ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ വിഷമറിയിക്കാതെ വളർത്തണം. എന്താണ് ചേട്ടാ? അയ്യോ അയ്യോ, ഡോക്ടർ, അദ്ദേഹത്തിന് എന്തോ കൂടുതലാണെന്ന് തോന്നുന്നു.
കുറ്റം വന്നിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഉടനെ തന്നെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. പക്ഷേ രാത്രി തന്നെ ഞങ്ങൾ കമ്പി അടിച്ചു. കമ്പി കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. ശവം കൊണ്ടുപോകാൻ ഒരു വാൻ ഏർപ്പാട് ചെയ്യാൻ ഇടയ്ക്ക് അല്പം താമസിച്ചു. ഇനി താമസിക്കണ്ട. നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് ശവദാനം നടത്തണമല്ലോ. താമസിക്കണ്ട. എങ്കിൽ ശവം വാനിലേക്ക് കയറ്റാം. രഘുസാറിന്റെ ഭാര്യ കാറിൽ കയറിയാ മതി. വേണ്ട, ഞാൻ വാനിൽ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നോളാം. അതും വേണ്ട. എന്റെ മോൻ അവന്റെ ചെറുപ്പത്തിന്റെ അഹങ്കാരം കൊണ്ട് ഈ കോണിച്ച് പെണ്ണ് വലയിൽ വീണു. അതിന്റെ ഫലം അവന് കിട്ടി. ഇനി ഇവളെ ഞാൻ എന്റെ കുടുംബത്തിൽ കൊണ്ടുപോകാനോ? അത് നടപ്പില്ല. ഗർഭിണിയാണ്. ആണെങ്കിൽ അവൾ പുറം. എന്റെ കുടുംബത്തിൽ അവൾക്ക് സ്ഥാനമില്ല. അദ്ദേഹം അവസാനം പറഞ്ഞത് പാപിയായി എന്റെ വയറ്റിൽ ജനിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഒരു വിഷമവും ഇല്ലാതെ വളർത്തണമെന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഞാനും ജീവൻ ഉപേക്ഷിക്കുമായിരുന്നു. ഇത് ഞാൻ എങ്ങനെ ജീവിക്കും? അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും? നീ നിന്റെ വീട്ടിലേക്ക് തന്നെ പോകും. എന്തൊക്കെയായാലും അച്ഛനും അമ്മയും നിന്നെ ഉപേക്ഷിക്കില്ല. ഗർഭിണിയായ നീ വേറെന്തു ചെയ്യാനാണ്?